സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. നവീന ശിലായുഗം കാർഷികോൽപാദന വ്യവസ്ഥയിലേക്ക് സംക്രമിക്കുന്ന അന്തരാള കാലത്താകണം മനുഷ്യൻ മൺപാത്ര നിർമ്മാണ വിദ്യ സ്വായത്തമാക്കിയത്. 10,000 വർഷങ്ങളുടെയെങ്കിലും സംസ്കാര ചരിത്രത്തിന്റെ ഉടയാത്ത ആദിമുദ്രയാണത്രേ ഇത്. ചരിത്രത്തിലെ ആദ്യത്തെ സാങ്കേതിക വിദ്യ കളിമണ്ണിനെ ആകൃതിപ്പെടുത്തുന്ന കുശവന്റെ ചക്രവും വ്യവസായ നിർമ്മിതി ചുട്ടെടുക്കുന്ന മൺപാത്രങ്ങളുടേതുമായിരുന്നു. അതുകൊണ്ടുതന്നെ പുരാശാസ്ത്രജ്ഞർ ഖനനം ചെയ്തെടുക്കുന്ന കളിമൺ പാത്രങ്ങളുടെ ചെറുതുണ്ടുകൾ പോലും ഓരോ സംസ്കൃതിയുടെയും പരിണാമ ചരിത്രത്തിന്റെ ബീജാക്ഷരങ്ങളായാണ് വായിക്കപ്പെടുന്നത്. സംസ്കാരത്തിന്റെ ആദിമ പ്രഭാതത്തിൽ ഉരുവം കൊണ്ട് സർവ്വകുശലതയും തൊഴിലും കലയുമായി കാലത്തോടൊപ്പം സഞ്ചരിച്ച ഈ മൃൺവിദ്യ ഇന്ന് അതിന്റെ അസ്തമയ വേളയെ അഭിമുഖീകരിക്കുകയാണ്. ലോഹവിദ്യയും പോളിമർ ശാസ്ത്രവും മൂലധനത്തിന്റെ വിപണി യുക്തികളും പുത്തൻ ഭോജന പരിഷ്കൃതിയും ചേർന്ന് ആയിരത്താണ്ടുകളായി മണ്ണ് കുഴച്ച് സംസ്കാരം മെനഞ്ഞ ആ ആദിമ തൊഴിൽ സമൂഹത്തെ ചരിത്രത്തിൽ നിന്ന് തുടച്ചുകളയുകയുമാണ്. പാലക്കാട് ജില്ലയിൽ പറളി പഞ്ചായത്തിലെ ആറുപുഴ തീരത്ത് എല്ലാ അർത്ഥത്തിലും സാമൂഹ്യ ജീവിതത്തിന്റെ വിളുമ്പുകളിലേക്ക് തള്ളി മാറ്റപ്പെട്ട വലിയ പറമ്പ് കുംഭാരത്തറയിലേക്കാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം നമ്മെ നയിക്കുന്നത്. ആന്ധ്രയിലെ ഗോദാവരി തീരത്ത് നിന്ന് പണ്ടെന്നോ മലയാള നാട്ടിലെത്തി പലയിടങ്ങളിലായി കുടിപാർത്ത് വേളൻ, കുലാലൻ, ഓടൻ, ആന്തുരു നായര്, കുശവൻ എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന കുംഭാര സമുദായം ഇന്ന് വേരുറയ്ക്കാത്ത കുലത്തൊഴിൽ അന്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഷ്ട സമൂഹമാണത്രേ. തറയിലെ മൂപ്പൻ കുഞ്ഞൻ നാരായണൻ ആധുനിക കാലം ഉടച്ചുകളഞ്ഞ ഒരു തൊഴിൽ പാരമ്പര്യത്തിന്റെ നിർമ്മമായ ഓർമ്മയാകുന്നു. പന്ത്രണ്ട് വയസ്സ് തുടങ്ങി. ഇത് എല്ലാം മുടക്കം വേണം. ചകിരി, ഒരുക്, പിന്നെ കൈക്കോല്, മണ്ണെന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ്. കാണാൻ വയ്യ. ഇത് ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ജീവിക്കാൻ. അതുകൊണ്ട് അതെന്താ ചെയ്യില്ല. വേറെ ഒരു പണിക്ക് അറിയില്ല. വേറെ പണിക്ക് അറിയൂല. ഇനി പിന്നെ കൂലിപ്പണിക്കാർ വിളിക്കോ? എന്തായാലും രണ്ടാളേ ഉള്ളൂ. രണ്ടാളെ ജീവിക്കണ്ടേ. ഇതിപ്പോ നാളെ ഇത് പണി വരും. നാളെ വെയിലുണ്ടെങ്കിൽ നാളെ പണി വരും. അല്ലെങ്കിൽ മറ്റന്നാളെ തീരും. സാറ് 10 മക്കളൊരു അച്ഛനമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ആ 10 മക്കളും ദൈവം തരുന്നത്. അവർക്കുള്ളത് ഞമ്മൾക്ക് തരില്ല. നമുക്കുള്ളത് മാത്രം അളവുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും സാധനം എന്തെങ്കിലും കൂട്ടാൻ വെക്കാൻ എന്തെങ്കിലും കുറച്ച് വരെ പറഞ്ഞ ആകെ 2 ആളല്ലുള്ള ഒരു മതി പറഞ്ഞിട്ട് കുട്ടികളുള്ളവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും. അതേമാതിരിക്ക് തന്നെ ദൈവം തരുന്നത്. ഇവിടെ ഇപ്പൊ എത്ര കുടുംബമുണ്ട്? 22 കുടുംബം. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഇത് എന്തോരം പണിതാലും വിലയില്ല. അന്ന് കാലത്ത് പശിനി തന്നെ മിച്ചം. എത്ര തല്ലിയാലും അന്ന് പടിച്ചട്ടിക്ക് വിലയില്ല, ഒന്നുമില്ല. പശിനി തന്നെ മിച്ചം. ഇപ്പൊ അതേ കുറച്ചെങ്കിണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വിലയൊക്കെ ഇങ്ങനെ പുരോഗമിച്ചപ്പോൾ മാത്രം അങ്ങനെ നേരായി വന്നുള്ളൂ. അല്ലാതെ അതിന്റെ മുന്നൊന്നും വലിയ പുരോഗമനമൊന്നുമില്ല. അങ്ങനെയാണ് കാരണന്മാരായിട്ട് ജീവിച്ചത്. നമ്മളുടെ അപ്പന്മാരും പറഞ്ഞിട്ട് നമ്മളുമൊക്കെ പശിനിപ്പെട്ടവരെന്നെ. എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ തൊഴിൽ? തൊഴിലൊരു 20 ആളെങ്കിലും പണിയുന്നുണ്ട്. മുമ്പേ എന്ന് പറഞ്ഞാൽ മുമ്പിൽ പിള്ളേരൊക്കെ ഒന്നും അറിയില്ലായിരുന്നു. കാരണന്മാരായിട്ട് ഒരു 10-15 വീടോ ഉണ്ടായിരുന്നുള്ളൂ. 10-15 ആൾക്കാരോ പണിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പുതിയ ആൾക്കാർ പഠിക്കുന്നുണ്ടോ? ഇല്ല, കുറഞ്ഞൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മളുടെ മാനെ പോലെയുള്ള ആളിപ്പോ ഇങ്ങനെ പഠിച്ചു. പിന്നെ ചെറുപ്പക്കാരൊന്നും ആരും പഠിച്ചിട്ടില്ല. അതല്ലേ. ഇവിടത്തെ ചെറുപ്പക്കാര് എത്ര ആളുണ്ട് ഇത് പഠിക്കുന്നത്? ഇത് പഠിച്ചവരിപ്പോ ഒരു 3 അങ്ങനെ ചെറുപ്പക്കാരുള്ള. എന്റെ മാനോ ആ വീട്ടിലൊരു 2 ചെറിയ ആളുകൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തുള്ള പിന്നൊക്കെ ഇത്തിരി 10-30 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സ്, 30 വയസ്സ് അങ്ങനെ ആയ നമ്മളെ പോലെയുള്ള അങ്ങനെയുള്ള ആൾക്കാരാണ്. അനിശ്ചിതത്വം എരിയുന്ന ചൂളയിലാണ് കുംഭാരന്മാർ സ്വന്തം ജീവിതം ചുട്ടെടുക്കുന്നത്. മാറിമറിയുന്ന കാലാവസ്ഥ പോലെ അവരുടെ തൊഴിലിനു മീതെ എപ്പോഴും നിർഭാഗ്യത്തിന്റെ നിഴൽ വീഴുന്നു. കളിമണ്ണിന്റെയും ഇതര അസംസ്കൃത വസ്തുക്കളുടെയും ദുർലഭ്യതയും വിലക്കയറ്റവും ചരക്ക് പണമായി മാറ്റുന്നതിലെ കാലതാമസവും പഴയതരം ചട്ടികലങ്ങൾക്ക് കുറഞ്ഞുവരുന്ന ആവശ്യവും ഇങ്ങനെ കുലത്തൊഴിലുകളിലുള്ള വിശ്വാസം ചോർത്തിക്കളയുന്ന ഘടകങ്ങൾ നിരവധിയാണ്. പുതിയ തലമുറ അതുകൊണ്ട് തന്നെ മറ്റു പണികൾ അന്വേഷിക്കാൻ നിർബന്ധിതരാവുന്നു.
പൊതുസമൂഹത്തിന്റെയോ ഭരണകൂടത്തിന്റെയോ അജണ്ടകളിൽ ഈ തൊഴിൽ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്നതേ ഇല്ല. ജാതി ശ്രേണിയിൽ മറ്റു പിന്നോക്ക സമുദായത്തിൽ പട്ടിക ചേർക്കപ്പെട്ട ഇവർ സർക്കാർ രേഖകളിൽ ദാരിദ്ര്യരേഖയ്ക്കു മുകളിൽ സ്ഥാനം നേടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത്ര നാള് പണിയെടുത്തിട്ട് സമ്പാദിച്ചിട്ടുണ്ടായില്ലേ? എന്ത് സമ്പാദ്യം ഒരു വീട് വെച്ച് വെച്ച് എന്ത് സമ്പാദ്യം വീട് വെച്ച് വെച്ച് 2 സ്ഥലം വാങ്ങിച്ചു. അതെ, രണ്ടാളെ ജീവിക്കണു, ഇഷ്ടം പോലെ പണിയുണ്ട്. ഈ പണിക്കല്ല കണക്കാക്കാൻ പറ്റില്ല, കണക്കാക്കാൻ ചൂളയിലെ ദൈവം തന്നാ തന്ന്, ഇല്ലെങ്കിൽ പോയ ആകെ നഷ്ടമായി, ഈ മുടക്കം പോയി. ഇന്ന് ഓരോ കുറച്ച് മണ്ണ് കുഴച്ച് പതവാക്കി വെക്കാം. നാളെ 50 എണ്ണം അങ്ങനെ പണിത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെയിലുണ്ടെങ്കിൽ പണിത സമയത്ത് വെയിലുണ്ടെങ്കിൽ മറ്റന്നാൾ തല്ലിക്കൂട്ടാം. വെയിലില്ല പറഞ്ഞാൽ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് അത് തല്ലിക്കൂട്ടാൻ പറ്റുള്ളൂ. അത്ര നേരം ഈ സ്ഥലവും ഇല്ല, ഈ വെറുതെ ഇരിക്കുന്നു. ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. ഇതേപോലെ ഈ വിറക് വെട്ടാൻ പോയിട്ട് എത്ര ദിവസം പനി വന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ വിറക് വെട്ടി നമ്മ ഏറ്റി വണ്ടിയൊന്നും വരില്ലല്ലോ. ഇപ്പൊ വഴിയൊക്കെ കണ്ടില്ലേ. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെ ഞങ്ങൾക്ക്. ആരുടെ അടുത്ത് പറയാനാണ്? ഗവൺമെന്റിൽ ഒരു സഹായവുമില്ല. നമ്മളെന്തിലും എന്റെ വീട് ഇപ്പൊ വീണിട്ട് ഒരു ഭാഗം അങ്ങനെ വീണു. പഞ്ചായത്തിൽ പോയി, വില്ലേജുകാർ വന്ന് പഞ്ചായത്തുകാർ വന്ന് നോക്കിയിട്ട് പോയി. ആ കിട്ടും അവിടെ ഇരിക്കട്ടെ പറഞ്ഞു. കുട്ടികളും മക്കളും എനിക്ക് വീട്ടിലിരിക്കേണ്ടതാണ്. ഇതൊരു ഭാഗം അങ്ങനെ, അടുക്കള ഭാഗം അങ്ങനെ വീണു. ഒന്നും വൃത്തിയില്ല. മഴക്കാലം അങ്ങനെ പോയി ആധാരത്തിനും കൊണ്ട് പണയം വെച്ച് വീട് നേരെയാക്കി. ഇന്നേ വരയ്ക്കും ഒരു 10 പൈസ കിട്ടിയിട്ടില്ല. ഇതാണ് നമുക്ക് ഗവൺമെന്റിലെ സഹായമുള്ളത്. പിന്നെ 100-300 രൂപ കൃഷിയുള്ളവർക്ക് 1 രൂപന്റെ അരിയുണ്ട്. കഞ്ഞില്ലാത്തവർക്ക് 1 രൂപന്റെ അരിയില്ല. അവർക്ക് 50 രൂപന്റെ അരിയാണ്. അത് 7 കിലോ. തൊഴിലുറപ്പിന് പോയിട്ടാണ് 2 രൂപ. അതാണ് 2 രൂപ ആക്കിയത്. അത് 7 കിലോ അല്ലെങ്കിൽ അത് എങ്ങനെ പോകാൻ പറ്റുന്നു? ജീവിക്കന്നെ ഒരു പോവില്ലാത്ത ജീവിതം. എന്താ അങ്ങനെ പറഞ്ഞത്? എന്താ പറഞ്ഞ നമ്മള് ഇപ്പോഴാണ് എന്തെങ്കിലും വില കിട്ടാൻ തുടങ്ങി. മുമ്പ് 2 മുക്കാലാണ് മുമ്പൊക്കെ മണ്ണ് കിട്ടാനുമില്ല. എവിടെയെങ്കിലും കക്കണം. പണ്ട് കാലത്തൊക്കെ മണ്ണ് കിട്ടണേ. ആരാണ്ട് വയലിൽ പോയി നേരം വെളുക്കുന്നവരെ കൊണ്ടുവന്ന് അധ്വാനിച്ച് വിറക് കിട്ടാണ്ടും അങ്ങനെ ജീവിച്ചു പോയി. അപ്പൊ എന്ത് കച്ചവടക്കാത് അത് മുഖ്യവാസം 100% ഒരു 75% പണിയില്ലാത്ത കൂട്ടരാണ് ഇപ്പോൾ. ഈ ദുരിതത്തെ ഒക്കെ കെട്ടുപണിക്കും അതിനതിന് പോകാൻ തുടങ്ങിയില്ല. അലുമിനിയത്തിന്റെ പാത്രങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. മൺപാത്രം ആരും വാങ്ങുന്നില്ല. പെട്ടെന്ന് പൊട്ടിപ്പോവും. ഗ്യാസിലൊന്നും പെട്ടെന്ന് വെക്കാൻ പറ്റില്ല. ചൂടാകാൻ നമുക്ക് ഒരുപാട് നേരമാവും. അങ്ങനെ ലഭ്യത അങ്ങനെ ആവും. അങ്ങനെ കച്ചവടം കമ്മിയാവും. അങ്ങനെ തൊഴിൽ മാറി. പിന്നെ പൈസ കിട്ടി ഞങ്ങൾ ചൂട് വെച്ച് ഒരു മാസം കഴിയും. നമുക്ക് അത്യാവശ്യത്തിന് പൈസ കിട്ടില്ല. ഇപ്പൊ ചെറുപ്പക്കാർക്ക് അപ്പൊ പൈസ കിട്ടണല്ലോ. പഴയ പോലെ ഇല്ല. അപ്പൊ അങ്ങനെ ഫീൽഡ് മാറിയാണ്. ചെറുപ്പക്കാർ ഈ പണിയിൽ കമ്മിയാണ്. 3-4 ആൾക്കാരേ ഉള്ളൂ ചെറുപ്പക്കാരെ ഈ പണി. ബാക്കിയുള്ളവരൊക്കെ കാറ്റവട്ടിന് പോകും. ഒരു സഹായം ഇവിടെ ഇല്ല. 6 ഒരു പേരറിയില്ല എന്നായിരിക്കും. അവിടെയാണ് 6 എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് ചോദിക്കുന്നു ആൾക്കാർ. നിങ്ങൾക്ക് നോക്കണോ? 2 ആള്. എന്തൊക്കെ പ്രായമായി? ഒരാൾക്ക് 20 വയസ്സായി. ഇവിടെ ബേക്കറി പോണു. സുബിക്സാല് അവിടെ ചെക്ക് പോസ്റ്റില്. വലുത്. 2ാമത്തെ ആള് തുന്നല് പഠിക്കുക. ടൈലറിംഗ്. 2 ആളും ഈ പണി പഠിച്ചിട്ടില്ല? ഇല്ല. അതെന്തേ? അതവര് പഠിക്കില്ല എന്ന് പറയുന്നത്. മണ്ണ് കിട്ടാനില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇത് ചെയ്യാ? ഒരു വണ്ടി മണ്ണിപ്പം 10,000 ഇവിടെ എത്തില്ല. എന്താ സാറെ പറയണ? മതി. കൊണ്ടുവന്നാലും ഇത് ബേരിങ്ങാണ്. ഇത് ബേരിങ്ങാണ്. ആദ്യകാലത്ത് ഒരു സൂചിമ ചെയ്യുന്നത് അതിപ്പോ ഇല്ലല്ലേ? അത് ഭരിക്കാൻ പറ്റില്ല. അതല്ല, ഒരു സൂര്യന്റെ മനയിലാണ് തിരിയുന്നത്.
അതിൽ പഠിച്ചതാണ് ഞങ്ങളൊക്കെ. ഈ പ്രായം വരെ എങ്ങനെ പണിയെടുത്ത് പോയി മണ്ണും ഞങ്ങൾ അങ്ങോട്ട് കളിക്കാം. ഇത് ഈ രാത്രിയായ ഒരു മോളടിക്കാൻ പോവോ? അത് സാറേ പിന്നെ ചക്കര തൊട്ട് കൈ എപ്പോഴെങ്കിലും നക്കാതിരിച്ചു മധുരല്ലേ. ഇപ്പോഴും പോവോ? എപ്പോഴെങ്കിലും ഒന്ന് പോകുന്നു. എവിടേക്ക്? അവിടെ പറളി വരെ നടക്കും. ഇതിലൂടെ പോയില്ല. അതെന്താണോ റൈലാണ് ചവിട്ടാൻ പറ്റും. റൈലാണ് റോട്ട് കൂടി മെല്ലെ പോവും. എന്നിട്ട് സ്മോൾ അടിച്ചിട്ട് സ്പീഡിൽ ഇങ്ങോട്ട് വരും. ഇഷ്ടം പോലെ വരാൻ റോഡ്. ആറുപുഴ വലിയ പറമ്പ് കുംഭാരത്തറയിലെ കുടുംബങ്ങൾക്കൊന്നും കുടുംബ പേരുകളില്ല. ദേശപ്പേരാണ് അവരുടെ മൂലസ്വം. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന വിദ്യാഭ്യാസ അവസരങ്ങളോ ജനാധിപത്യ വ്യവസ്ഥ നൽകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പങ്കാളിത്തമോ ഈ സമുദായത്തെ സ്പർശിച്ചിട്ടേ ഇല്ല. ഗോത്രസമാനമായ സമൃദ്ധത്വം പുലർത്തുന്ന ഈ കുടിപതിയിലേക്ക് ആധുനിക ജീവിത സങ്കല്പങ്ങൾ കടന്നു വന്നിട്ടുമില്ല. അതുകൊണ്ടുതന്നെ നിലമ്പൂർ അരുവാക്കോട് സംഭവിച്ചതുപോലെ ടെറാക്കോട്ടയിലെ വൈവിധ്യവൽക്കരണവും നവീന സൌന്ദര്യ ധാരണകളെ തൃപ്തിപ്പെടുത്തുന്ന ആധുനിക സാധ്യതകളും ഇവർക്ക് അജ്ഞാതമായിരിക്കുകയും ചെയ്യുന്നു. കുട്ടികളെ പഠിക്കണമെന്നില്ലേ? സ്കൂൾ പഠിപ്പോ? അതൊക്കെ പഠിക്കുന്നു ചെറിയ ചെറിയ കുട്ടികളൊക്കെ. ഇവിടെ സുമാർ ഇപ്പൊ പഠിച്ചവരെ താഴെയുള്ള വീട്ടിലുള്ള കുട്ടി മാത്രമേ ഈ +2, +1 2 പെൺകുട്ടികൾ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ 6 വരെ 7 വരെ 8 വരെ. പിന്നെ ഇപ്പൊ ചെറുപ്പക്കാർ ചെറിയ പിള്ളേരെ പോയി 5, 4 ഇങ്ങനെയൊക്കെ പഠിക്കുന്നുള്ളൂ. സർക്കാർ ജോലിയൊന്നും ഇവിടെ നമ്മുടെ ഈ സമുദായത്തിൽ ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. അതിനുള്ള പഠിച്ചാലല്ലേ അതിന് ജോലികൾ കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളെ 7 പേരെ പഠിച്ചു, അങ്ങനെ നിർത്തി. അങ്ങനെയുള്ള സംവിധാനങ്ങൾ. റോഡ് സൈഡിലൊക്കെ പല തരത്തിലുള്ള കരകൗശല വസ്തുക്കള്, പൂജാവ്, നല്ല അലങ്കാര വസ്തുക്കള്, ഇതൊന്നും പഠിക്കാത്ത കൊണ്ട് അത് എവിടെ നിന്നും പഠിച്ചിട്ടില്ല. പഠിക്കാത്ത കൊണ്ട് ആ തൊഴിൽ ചെയ്യാൻ അറിയില്ല. അങ്ങനെയാണ്. എവിടെയെങ്കിലും പോയി അല്ല ഈ കരകൗശല വസ്തു പഠിച്ചാലല്ലോ തൃശ്ശൂര ഭാഗത്തോ വേറെ വല്ല ഭാഗത്തൊക്കെയാണ്. അവരാണ് നല്ല അലങ്കാര വസ്തു, നല്ല പൂജ, നല്ല പിടിയുള്ളത്, നല്ല ചന്തമുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ടായി. ഇവരെ പഠിച്ചിട്ട് നമ്മളും പഠിച്ചിട്ടില്ല. അതായത് ഇതേ തൊഴിൽ പഠിച്ചപ്പോൾ ഇതേ തൊഴിലാണ് അതിന്റെ പരിഹാരം. ഇവിടുന്ന് ഈ പണി ഉപേക്ഷിച്ചിട്ട് ഇതുകൊണ്ട് ഇനി ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പോയവരുണ്ടോ? ഇല്ല. വീട് പണിതപ്പോ നമുക്ക് ഇവിടെ പറ്റില്ല. ഇത്തിരി സ്ഥലം മേടിച്ച് അപ്പുറം വീട് വെച്ച ആൾക്കാരുള്ളൂ. 1-2 വീട് അപ്പുറത്തോ ഇങ്ങനെയുള്ള അവിടെ റോഡ് സൈഡ്. അല്ലാതെ ഇത് വേണ്ട, ഈ തൊഴിൽ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അന്യനാട്ടിലേക്കൊന്നും ആരും പോയില്ല. ഈ നാട്ടിൽ നിന്ന് കേട്ടോളി. ഇപ്പൊ ഇവിടെ എത്ര ആളുണ്ടോ മൊത്തം എല്ലാ വീട്ടിലും കൂടി? എല്ലാ വീട്ടിലും കൂടി ഒരു 100-150 ആൾ കാണും. 5 ആളായിട്ട് 3 നല്ലൊരു സമൂഹമാണ് ശരിക്കും. അത്യാവശ്യം വോട്ടൊക്കെ ഉണ്ട്. ഇപ്പോ ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ തറയിലാരുമില്ല. എന്നല്ല നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു രാഷ്ട്രീയക്കാരനൊന്നും വന്നിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു പഞ്ചായത്ത് മെമ്പർ അങ്ങനെയൊന്നും ഇല്ല. അത് പുറമേ ആൾക്കാരോ ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുമാര സമുദായങ്ങളായിട്ട് ആരും അങ്ങനെയുള്ള ഇതിനുമില്ല. ഒരു ഇലക്ഷന് വന്നു, ഇത്ര വോട്ട് ചെയ്യും, ഇന്നതാണ് ഇന്നത് അല്ലെങ്കിൽ ഇന്നത് ചെയ്യാറുന്നല്ലാതെ അതായത് ഇതിന്റെ ഉള്ളില് ആരും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ല അതിനുള്ള ബുദ്ധി തോന്നുള്ളൂ. വിദ്യാഭ്യാസം കുറവുകൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കാര്യമായിട്ട് ഒരു എഴുത്തെഴുതണമെങ്കിൽ 5 വീട്ടിലിരിക്കണം, 4 മാസം വീട്ടിലിരിക്കണം. ഒരു ഫോം അവിടെ നിന്ന് തന്നു വെച്ചാൽ ആപ്ലിക്കേഷൻ എഴുതണല്ലോ. വൃത്തി പോലെ എഴുതിയാലേ വൃത്തിയോ. അത് 5 വീട്ടിലേക്കാണ് പോകുന്നത്. അല്ലാതെ ഇവിടെ അത്രയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നടക്കരുത്. ആറുപുഴയിലെ കുംഭാര സമുദായങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ ഒരു അകംമൊഴിയും പൊതുസമൂഹമായി സംവദിക്കാൻ ഒരു പുറംമൊഴിയുമുണ്ട്. തെലുങ്കാണ് തങ്ങളുടെ തനതു ഭാഷ എന്നിവർ വിശ്വസിക്കുന്നുവെങ്കിലും ആന്ധ്ര എന്ന പിതൃഭൂമിയെക്കുറിച്ചുള്ള സമൂഹ സ്മൃതികളൊന്നും ഇവരുടെ ഊടുവയ്പ്പുകളിൽ ഇല്ല. അതുകൊണ്ടുതന്നെ വേരുകളെക്കുറിച്ചുള്ള മിഥ്യാഭിമാനങ്ങളോ സ്വത്വത്തെക്കുറിച്ചുള്ള കൽപ്പിത അവകാശങ്ങളോ ഇവരുടെ വേവലാതികൾ ആവുന്നുമില്ല. ഉണങ്ങിയിട്ടില്ലെങ്കിൽ മഴ പറയും. ഞങ്ങൾക്ക് ശരിക്കും മലയാളം അറിയാം. ഇതെന്താ ഭാഷ? ഇത് ഞങ്ങൾ തെലുങ്കാണ്. തെലുങ്കാണ്. ഇതിന് അക്ഷരമൊക്കെ ഇല്ല. ഒറിജിനൽ തെലുങ്കല്ല. ഇതെല്ലാവർക്കും അറിയാല്ലേ? നിങ്ങളുടെ ആൾക്കാർക്ക്? നിങ്ങളുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഗവൺമെന്റ് അറിയില്ല. ശരി. ഇത് നിങ്ങൾ ചെറുപ്പത്തിലേ തന്നെ പഠിച്ചു നോക്കും. വേറെ ആൾക്ക് പഠിപ്പിച്ചില്ല. എനിക്ക് പഠിപ്പിച്ചില്ല. ഇതെന്താ പറഞ്ഞേ? വന്നിട്ട് പോകാം. ഞാൻ ശരിക്കും മലയാളത്തിൽ തന്നെ പറയാം.
അത് 10 ഇരട്ടി വെച്ചു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഭാഷ സംസാരിക്കുമ്പോ എനിക്കൊന്നും മനസ്സിലാവില്ല. ഇതന്നെ മനസ്സിലാവില്ല. ഇതിപ്പോ അവിടെ ഇരട്ടി വയ്ക്കാനാ പറഞ്ഞു. നിങ്ങൾക്കറിയാത്ത ഞാൻ തെളിയിച്ചു തരുന്നു. ഇത് തെലുങ്ക് ഭാഷ. ഇത് തെലുങ്ക് ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ തായ് ഭാഷ പോലെ തന്നെ. ഇതിന് എഴുത്തില്ല. ആന്ധ്ര തെലുങ്കിനാണെങ്കിൽ അതിന് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് എഴുത്തില്ല. പൂർവികര് ആന്ധ്രക്കാരാ? അതങ്ങനെ കാരണന്മാർ പറഞ്ഞു കേട്ടതാണ്. ആന്ധ്രക്കാരായിരിക്കും. അന്തൂരാന്ധ്ര എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഈ ഭാഷ എന്ന് പറയുന്നത് ആന്ധ്ര തെലുങ്കിനാണെങ്കിൽ കേട്ടില്ല. അതിന് എഴുത്തുണ്ട്. ഞങ്ങളുടെ ഭാഷയ്ക്ക് എഴുത്തില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും പഠിപ്പിക്കും? എല്ലാവരും പഠിപ്പിക്കും. ഇപ്പൊ കുട്ടിയാകുമ്പോ കുട്ടിനെ വിളിക്കുമ്പോ അങ്ങനെയായി പഠിക്കും. പിന്നെ ബാക്കി പുറമെയൊക്കെ പഠിക്കുന്നതൊക്കെ മലയാളം. നിങ്ങളുടെ വിവാഹമൊക്കെ എങ്ങനെയാണ്? അതന്നെ മുൻകാലത്ത് ഇങ്ങനെ ആണുങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെ ആണുങ്ങളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കലാണ് ഇത്. ഇപ്പൊ കുറച്ച് ആയിട്ട് ഇങ്ങനെയായിട്ട് ഇപ്പൊ നമ്മളുടെ സമുദായം പോലെ വണ്ടിയൊക്കെ വിളിച്ച് കെട്ടാനായിട്ട് പോകുന്നതാണ് സംവിധാനം. അല്ലാണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പെണ്ണ് അങ്ങനെയില്ല. അങ്ങനെ സ്നേഹിച്ചാൽ ഇപ്പൊ അവിടെ ആരും കെട്ടിയവരൊന്നും അങ്ങനെ. പിന്നെ എല്ലാവരും ബന്ധുക്കളാണല്ലോ, പരസ്പരം ബന്ധുക്കളാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഈ രീതി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പൊ ഈ കെട്ടാൻ പോക്കോ ഒരു 4-5 കൊല്ലത്തിന്റെ പുറത്തേക്കേ ഉള്ളൂ. ഒരു 4-5 വർഷമായിട്ടുള്ളൂ ഈ മാറ്റം. അത്രേ ആയിട്ടുള്ളൂ. അതിന് മുന്നോട്ട് ഇങ്ങനെയായിരുന്നു. പെണ്ണിനെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുക. ശ്രദ്ധിച്ചാലും എന്താണെങ്കിൽ ആണുങ്ങൾ ഭവിച്ചോളൂ. പിന്നെ അഥവാ പോയാൽ വണ്ടിക്കൂലി അടക്കം അവര് നമ്മളെ ആണുങ്ങളുടെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർ അത്രയും സാമ്പത്തിക ശേഷി ഉള്ളൂ. കൊടുക്കണം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. കുലദൈവം ഞങ്ങളെ മാരിയമ്മ. ഇവിടെ എന്താ ഉത്സവമൊക്കെ നടക്കാറുണ്ടോ? മീനമാസത്തിൽ പൊങ്കല കഴിക്കും. പിന്നെ അത്യാവശ്യം ആരെങ്കിലും പച്ചപൂജ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിക്കും. കുഞ്ഞൻനാരായണന്റെ കൈവിരലുകൾക്ക് മുന്നിൽ തിരിയുന്ന ചക്രത്തിനുമേൽ പ്രത്യാശ നിറയാവുന്ന കുംഭരൂപങ്ങളൊന്നും മെനയാനാവുന്നില്ല. ഭാവി മൂടില്ലാത്ത ഒരു ഓട്ടക്കലം പോലെ ശൂന്യമാകുന്നു എന്ന് ഈ കാരണവർ ആത്മപരിഹാസം ഉതിർക്കുന്നു. നിലനിൽപ്പിനായി സ്വയം പുതുക്കിപ്പണിയാൻ അശക്തമായിത്തീരുന്ന ഒരു സാമൂഹ്യ വിഭാഗത്തിന്റെ സംരക്ഷണവും പുനരധിവാസവും ജനാധിപത്യ സമൂഹത്തിന്റെ ബാധ്യതയാകുന്നു. ഒന്ന് ചിന്തിക്കുന്നു. ഇത് പരമശിവൻ കൂടി തന്നു വരാണ്. അതെന്താ? കർഷപ്പാനിക്ക് വേണ്ടിട്ട് ഇതികർഷത്തിന് പാനി വേണമല്ലോ. അപ്പൊ ചെന്ന് അങ്ങനെ ജയിപ്പിച്ചതാണ് കുടുംബ. അങ്ങനെ ജയിപ്പിച്ചു. ഇന്ന് അമ്പലത്തിലേക്ക് ശുദ്ധികർഷത്തിന് പാനി വേണ്ട. ഇന്നാണ് മുൻപെങ്കിലൊക്കെ ശുദ്ധികർഷനും പിന്നെ മമ്പാത്രം വേണം. ഏത് അമ്പലത്തിൽ ഏത് ശാസ്ത്രത്തിലും മുന്നേ അവിടെ കൊണ്ടുവയ്ക്കരുത്. ഇതിന് ഒറ്റ ഇതിന്റെ കാരണം നമ്മുടെ പുതിയ പിള്ളേരൊന്നും ഈ പണി പഠിക്കലില്ല. എന്താ വൈകുന്നേരം കാശ് കിട്ടണം, അതിന് പോകും. ഇതിപ്പോ മഴയാണെന്ന് വെച്ചാല് ഇനിയിപ്പോ 2 മാസമായാലും 3 മാസമായാലും വീട്ടിൽ. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിലാണ് കൂടുതൽ കാശുള്ളത്. നമ്മളിപ്പോ സ്ഥിരം പണിയെടുത്തിട്ടും കാശൊന്നും കിട്ടുന്നില്ല. അതെങ്ങനെ? ഇവിടെ അല്ല മുറിച്ചു പോണത്. മൂടിന്റെ അല്ല ഇത് മുറിക്കുമ്പോ. ഇത് മൂട് മുറിച്ചു പോകാണ്. അപ്പൊ വെലി കിട്ടോ? ഇത് മൂടില്ലാത്ത പണിയാണ്. ഇതൊക്കെ തല്ലിക്കോട്ടണേ. ദൈവം തന്നിട്ടുള്ളൊരു വരമാണ്. പിന്നെ വർഷത്തില്ല. അപ്പൊ ദൈവം തന്നിട്ടാണെങ്കിൽ കുറെ കൂടി നന്നാവല്ല വേണ്ടത്. ഇതന്നെ മൂട് മുറിഞ്ഞു പോയില്ലേ? അതിനിപ്പോ എന്താ ചെയ്യാ? വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിലൊരാളായി, എന്നാൽ നമ്മെപ്പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെപ്പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.